വെൽക്കം ടു ഫോർവേഡ്സ് വിഷൻ. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ കാണിക്കുന്ന വാഴപ്പിണ്ടി കൊണ്ടുള്ള വിവിധ തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന രീതിയാണ്. ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ വാഴപ്പിണ്ടി കൊണ്ടുള്ള തോരന്, പിക്കിള്, ജ്യൂസ് ഉണ്ടാക്കുന്ന രീതിയൊക്കെ കാണിച്ചിരുന്നു. ഇന്ന് കാണിക്കുന്നത് ഈ വാഴപ്പിണ്ടി എങ്ങനെ ഉപ്പിലിടാം എന്നുള്ളതാണ്. വാഴപ്പിണ്ടി ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം റിങ്ങാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഉണ്ടാകുന്ന ആ നൂല് ഇതുപോലെ കൈവിരലെ ചുറ്റി വേണം എടുക്കാൻ. ഓരോ റിങ് കട്ട് ചെയ്യുമ്പോഴും ഇതുപോലെ നൂല് ഉണ്ടാകും. അത് കയ്യെ ചുറ്റി എടുക്കുക. നമുക്കറിയാം, വളരെ ഔഷധ ഗുണമുള്ള ഒന്നാണ് വാഴപ്പിണ്ടി. പഴയ കാലത്ത് അമ്മമാർ വാഴപ്പിണ്ടി കൊണ്ടൊക്കെയുള്ള ഇതുപോലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് അന്നുള്ള തലമുറയ്ക്ക് ആയുസ്സും ആരോഗ്യവും അതുപോലെ തന്നെ മുഖസൗന്ദര്യവും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അവരെ ആയുസ്സൊക്കെ ഇതിൻ്റെ ദൈർഘ്യം വളരെ കൂടുതലായിരുന്നു. ഇങ്ങനെ കട്ട് ചെയ്ത റിങ് പോലെ ആക്കി വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ചേർത്തിട്ട് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതിന് വേണ്ടി ഉപ്പിലിടുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കീറി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് നല്ലവണ്ണം തിളച്ച് വരുന്ന സമയത്ത് വീണ്ടും ഉപ്പ് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൊടുക്കുക. കാരണം ഉപ്പിലിട്ട വാഴപ്പിണ്ടിയാണല്ലോ നമുക്ക് വേണ്ടിയത്. അപ്പോൾ അങ്ങനെ നല്ലവണ്ണം തിളപ്പിച്ചെടുത്തതിന് ശേഷം അത് ആറാനായിട്ട് വെക്കുക. നല്ലവണ്ണം തിളത്ത് കഴിയുമ്പോൾ ഓരോ പീസായിട്ട് കഴുകി വൃത്തിയാക്കിയ ഒരു ഗ്ലാസ് പാത്രം ഇതിലേക്ക് മാറ്റുക. ഗ്ലാസ് ഭരണിക്കകത്തോട്ട് മാറ്റുക. ഓരോ പീസ് എടുത്ത് വെക്കുക. എന്നിട്ട് തിളപ്പിച്ചാർച്ച വെള്ളം അല്ലെങ്കിൽ ഈ തിളപ്പിച്ചാർച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുക. വേറെ നമ്മൾ തിളപ്പിച്ചാർച്ച് വെള്ളം എടുക്കണം. ഈ വെള്ളം ഒഴിക്കണ്ട. തിളപ്പിച്ചാർച്ച വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. ഞങ്ങൾ ഈ വെള്ളമാണ് ഒഴിക്കുന്നത്. അങ്ങനെ തിളപ്പിച്ചാർച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നു. അതോടൊപ്പം തന്നെ കീറി വെച്ചിരിക്കുന്ന പച്ചമുളക്, കറിവേപ്പില, വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില ഇട്ടാൽ മതി. സ്വാദിഷ്ടം കൂടാൻ വേണ്ടിയാണ് നമ്മൾ ഈ കറിവേപ്പില ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഈ വെള്ളം ഇവിടെ ഒഴിച്ച് അതിൽ ആവശ്യത്തിന് വിനീഗറും ഉപ്പും വീണ്ടും ചേർത്ത് നല്ലവണ്ണം ഇളക്കി ഭരണിക്കകത്ത് സൂക്ഷിക്കുക. നല്ല ഒരു 3-4 ദിവസം കഴിയുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഉപ്പിലിട്ട വാഴപ്പിണ്ടി നമുക്ക് ലഭിക്കും. ഇങ്ങനെ ഈ രീതിയിൽ തന്നെ പല രീതിയിലുള്ള പച്ചക്കറികൾ നമുക്ക് ഉപ്പിലിടാൻ സാധിക്കും. ക്യാരറ്റ്, അങ്ങനെ മാങ്ങ, ഇതുപോലൊക്കെ ഇടാനാണ് രീതി. ഈ ഉപ്പിലിടുന്ന രീതി ഇത് തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളെ സമീപിക്കാം. താങ്ക് യു.